ആഗോളതലത്തിൽ തങ്ങളുടെ ആയുധ ശേഖരത്തെക്കുറിച്ച് ഉയർന്നുവരുന്ന ആശങ്കകളെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് തള്ളിക്കളയുമ്പോഴും യാഥാർത്ഥ്യം അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു. അമേരിക്കയിൽ കടുത്ത ആയുധക്ഷാമം നിലനിൽക്കുന്നുണ്ട് എന്ന വാർത്തകൾ പെരുപ്പിച്ചു കാണിക്കുന്നതാണ് എന്നും രാജ്യത്ത് ആവശ്യമുള്ളത്ര ആയുധങ്ങൾ നിലവിലുണ്ട് എന്നും ഹൗസ് അപ്രോപ്രിയേറ്റ്സ് കമ്മിറ്റിക്ക് മുൻപാകെ ഹെഗ്സെത്ത് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ തന്ത്രപ്രധാന സഖ്യകക്ഷികളായ തായ്വാനിലേക്കുള്ള വൻ ആയുധ വിൽപ്പന പെട്ടെന്ന് നിർത്തിവെച്ച അമേരിക്കൻ നടപടി ഈ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടുന്നുവെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. തായ്വാന് നൽകാമെന്നേറ്റ $14 ബില്യൺ അത്യാധുനിക ആയുധ പാക്കേജാണ് അമേരിക്ക ഇപ്പോൾ താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ നാടകീയ പിന്മാറ്റം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. തങ്ങളെ വിശ്വസിച്ച രാജ്യങ്ങളെ നിർണായക ഘട്ടത്തിൽ കൈവിടുന്ന അമേരിക്കൻ തന്ത്രത്തിന്റെ മറ്റൊരു ഉദാഹരണമായിട്ടാണ് നയതന്ത്ര ലോകം ഇതിനെ നോക്കിക്കാണുന്നത്. ചൈനയിൽ നിന്നുള്ള സൈനിക അധിനിവേശ ഭീഷണി ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തായ്വാന്റെ സുരക്ഷയ്ക്ക് വലിയ ആഘാതമേൽപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ ഈ പിന്മാറ്റം. എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, അത്യാധുനിക മിസൈലുകൾ, യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള $14 ബില്യൺ പാക്കേജാണ് തായ്വാന് വാഗ്ദാനം ചെയ്തിരുന്നത്. ഈ ആയുധങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാത്തത് തായ്വാന്റെ ആത്മവിശ്വാസത്തെയും പ്രതിരോധ സന്നദ്ധതയെയും സാരമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. ആയുധക്ഷാമത്തിന് കാരണം യുക്രൈൻ മിഡിൽ ഈസ്റ്റ് യുദ്ധമോ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യുക്രൈനിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അമേരിക്ക വലിയ തോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റി അയക്കുന്നുണ്ട്. തുടർച്ചയായ ഈ ആയുധ വിതരണം അമേരിക്കയുടെ സ്വന്തം സംഭരണശാലകളെ ശൂന്യമാക്കിയെന്നാണ് സൂചന. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് തായ്വാൻ കരാറിലെ ഈ പിന്മാറ്റം. തകരുന്ന അമേരിക്കൻ വിശ്വാസ്യത. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഖ്യകക്ഷികളെ കൈയൊഴിയുന്നത് അമേരിക്കയുടെ സ്ഥിരം ശൈലിയാണ് എന്ന വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ശക്തമായിട്ടുണ്ട്. മുൻപ് അഫ്ഗാനിസ്ഥാനിലും കുർദിഷ് വംശജരുടെ കാര്യത്തിലും അമേരിക്ക സ്വീകരിച്ച നിലപാടുകളോട് ചേർത്താണ് തായ്വാനിലെ ഈ പുതിയ നീക്കത്തെയും ലോകം വിലയിരുത്തുന്നത്. തങ്ങളെ വിശ്വസിച്ച് ചൈനയോട് കൊമ്പ് കോർക്കാൻ നിൽക്കുന്ന തായ്വാനെ അമേരിക്ക തന്ത്രപരമായി ചതിക്കുകയാണോ എന്ന ചോദ്യവും നയതന്ത്ര വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം ഈ പ്രതിസന്ധിയെ താൽക്കാലികം എന്ന് വിളിച്ചൊതുക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇത് പസഫിക് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കുമെന്നും ചൈനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നുമാണ് വിലയിരുത്തലുകൾ. F-16 വിമാനങ്ങളുടെ നവീകരണ സാമഗ്രികൾ, അതായത് തായ്വാന്റെ വ്യോമസേനയുടെ നട്ടെല്ലായ F-16 യുദ്ധവിമാനങ്ങൾ ആധുനികവൽക്കരിക്കാനുള്ള സുപ്രധാന ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഹാർപൂൺ ആന്റി ഷിപ്പ് മിസൈലുകൾ. കടൽ മാർഗമുള്ള ചൈനീസ് അധിനിവേശം തടയാൻ തായ്വാന് ഏറ്റവും ആവശ്യമുള്ള മിസൈലുകളാണ് ഇവ. പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം. ചൈനയുടെ മിസൈൽ ആക്രമണങ്ങളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനം. സ്റ്റിംഗർ മിസൈലുകൾ. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ഈ വിമാനവേദ മിസൈലുകൾ നിലവിൽ യുക്രൈൻ യുദ്ധത്തിലും വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രതിരോധ കമ്പനികളായ ലോക്ഹീഡ് മാർട്ടിൻ, റേറ്റിയോൺ തുടങ്ങിയവയ്ക്ക് നിലവിൽ ഓർഡറുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കോവിഡ് കാലത്തിന് ശേഷമുണ്ടായ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും വിദഗ്ധ തൊഴിലാളികളുടെ കുറവും കാരണം ആയുധ നിർമ്മാണം പകുതിയോളം വൈകിയാണ് നടക്കുന്നത്. യുക്രൈനിലേക്ക് അയക്കുന്ന പീരങ്കി ഉണ്ടകൾ, വ്യോമ പ്രതിരോധ മിസൈലുകൾ എന്നിവയുടെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ മുൻഗണന നൽകുന്നത്. അമേരിക്കയുടെ ഈ പിന്മാറ്റം ചൈനയ്ക്ക് തായ്വാൻ അതിർത്തികളിൽ കൂടുതൽ സൈനികാഭ്യാസം നടത്താനും സമ്മർദ്ദം ചെലുത്താനും ആത്മവിശ്വാസം നൽകും. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ചൈനീസ് പ്രചാരണത്തിന് ഇത് കൂടുതൽ ശക്തി പകരുന്നു. തായ്വാൻ ജനതയുടെ ആത്മവിശ്വാസം തകർക്കാനും ചൈന ഈ അവസരം ഉപയോഗിച്ചേക്കാം. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക തായ്വാനിട്ടും നല്ല പണി തന്നെയാണ് നൽകിയിരിക്കുന്നത്.